കെഎസ്ആർടിസിയിലെ സ്ത്രീ സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിക്ക് തുടക്കം. തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കുള്ള ആദരവാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി. ആദ്യ യാത്രയിൽ വനിതകൾക്കൊപ്പം ബസ്സിൽ മുഖ്യമന്ത്രിയും സഞ്ചരിച്ചു. ഉദ്ഘാടന ചടങ്ങ് LDF ബഹിഷ്കരിച്ചു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന 9ാമത്തെ സംസ്ഥാനമായി കേരളം മാറി. കെഎസ്ആർടിസിയുടെ 3125 ഓർഡിനറി ബസ്സുകളിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യമായുള്ള യാത്ര ആരംഭിച്ചു. കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവ സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആദ്യ പ്രിയദർശിനി ബസിന്റെ ടിക്കറ്റ് മുഖ്യമന്ത്രി വിതരണം ചെയ്തു. ന്യൂനപക്ഷമായി നിൽക്കുന്ന ട്രാൻസ്ജെൻഡറുകളെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് മിനിസ്റ്റർ തന്നെയാണ് പറഞ്ഞത് എല്ലാവരും യാത്ര ചെയ്തോട്ടെ എന്ന് പറഞ്ഞത്. സ്ത്രീകൾക്കൊപ്പം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റ് ദർബാർ ഹാൾ വരെ ബസ്സിൽ സഞ്ചരിച്ചു. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റ് തുറക്കുന്നില്ല എന്ന വിമർശനങ്ങൾക്കിടയിലും ആദ്യ ബസ് ഇതുവഴി സഞ്ചരിച്ചത് കൗതുകമായി. സൗജന്യ യാത്രയാണെങ്കിലും 0 ടിക്കറ്റ് നിർബന്ധമാണ്. ടിക്കറ്റ് എടുക്കാത്തവരിൽ നിന്ന് 500 രൂപ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പും കെഎസ്ആർടിസി നൽകിയിട്ടുണ്ട്. UDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ പ്രിയദർശിനിക്ക് ഡബിൾ ബെൽ മുഴങ്ങിക്കഴിഞ്ഞു. ആദ്യ ബസ് അതാ പെരുമാതുറയിലേക്ക് യാത്ര സഞ്ചരിക്കുകയാണ്. ആ ബസ്സിനു മുന്നിൽ നിന്ന് ടീം മീഡിയ 1.